അടുത്ത ടോപ്പിക്കാണ് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ MVUE എന്ന് പറയുന്നത്. അപ്പോൾ let x1 x2 etc x and b a random sample from the population with the PDF f of x theta. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു, നമ്മൾ കുറച്ച് റാൻഡം സാമ്പിൾസ് എടുത്ത് ഏതൊക്കെയാണ് x1 x2 etc xn എന്നുള്ള റാൻഡം സാമ്പിൾ സെലക്ട് ചെയ്തു. ഈ റാൻഡം സാമ്പിൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് ഏത്, എഫ് ഓഫ് എക്സ് തീറ്റ. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതിൻ്റെയാണ് നമ്മൾ PDF എന്ന് പറയാം അല്ലേ. അതിന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ്, എഫ് ഓഫ് എക്സ് തീറ്റയാണ്. ഓക്കെ, നമ്മൾ ഇനി ലെറ്റ് ടി ഈസ് ആൻ എസ്റ്റിമേറ്റർ ഫോർ തീറ്റ. അതായത് തീറ്റയ്ക്ക് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് ആര്, ടി എന്ന് പറയുന്നത് അല്ലേ. തീറ്റയ്ക്ക് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടി എന്ന് പറയുന്ന എസ്റ്റിമേറ്റർ ആണ്. ടി സെറ്റ് ടു ബി ആൻ MVUE വെൻ എപ്പോഴാണ്, അതായത് നമ്മൾ പാരാമീറ്റർ തീറ്റയ്ക്ക് പകരമായി കണ്ടുപിടിക്കുന്ന ആളെയാണ് എസ്റ്റിമേറ്റർ എന്ന് പറയുക അല്ലെ. ഈ ടി എന്ന് പറയുന്ന എസ്റ്റിമേറ്റർ ഒരു MVUE എന്താന്ന് പറഞ്ഞാല് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആവണമെങ്കിൽ എപ്പോഴൊക്കെയാണ്, ടി അൺബയാസ്ഡ് ആയിരിക്കണം, അതേപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറയുന്ന തീറ്റ ആയിരിക്കണം. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞ എന്താണ്, ടി അൺബയാസ്ഡ് ആയിരിക്കണം, എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈക്വൽ ടു തീറ്റ ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ വീഡിയോ പോസ് ഇതുവരെ എഴുത്. ഓക്കെ, എഴുതിണ്ടാവും. ഇനി അടുത്തത്, വേരിയൻസ് ഓഫ് ടി ഈസ് ലെസ് ദാൻ ദ വേരിയൻസ് ഓഫ് എനി അതർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. അതായത് വേരിയൻസ് ഓഫ് ടി പറയുന്ന എസ്റ്റിമേറ്റർ മറ്റെല്ലാ അൺബയാസ്ഡ് എസ്റ്റിമേറ്ററിന്റെ വേരിയൻസിനേക്കാളും എന്തായിരിക്കണം, ചെറുതായിരിക്കണം. അപ്പൊ എന്തായാലും ഈ തീറ്റയ്ക്ക് പകരം നമ്മൾ കണ്ടുപിടിച്ച ഒരു എസ്റ്റിമേറ്റർ ആണ് ടി. ഇനിയും വേറെയും കുറെ എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടാവില്ലേ. ഇപ്പൊ T1 T2 എന്നൊക്കെ പറഞ്ഞ് വേറെയും കുറെ എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ വേരിയൻസ് ഓഫ് ഈ ടീന്റെ വേരിയൻസ് എന്ന് പറയുന്നത് മറ്റെല്ലാ അൺബയാസ്ഡ് എസ്റ്റിമേറ്ററിനേക്കാളും എന്തായിരിക്കണം, ചെറുതായിരിക്കണം. വേരിയൻസ് ഓഫ് ടി ഈസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് എനി അതർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. ഓക്കെ, അപ്പോഴാണ് നമ്മൾ എന്താ പറയുക, ഈ രണ്ട് കണ്ടീഷൻസ് ഫോളോ ചെയ്താലാണ് എന്ത് പറയുക, അതൊരു മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയുക. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇത്രയും വരെ എഴുതൂ. ഇനി അടുത്തതാണ് ക്രാമർ-റൌ ഇനീക്വാളിറ്റി. ക്രാമർ-റൌ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. എക്സ് എന്താണ്, ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അതിന്റെ PDF എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തീറ്റയാണ്. അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞു, എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ഉണ്ട്, അതിനൊരു PDF ഉണ്ട്, എന്താണ്, എഫ് ഓഫ് എക്സ് തീറ്റ ഉണ്ട്. ഇനി എൽ ബി ദ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്താ, നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്യും. എൽ എന്താണ്, ഇതിന്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആണ്. ടി ബി ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ സം ഫംഗ്ഷൻ ഓഫ് തീറ്റ. അതായത് തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് അല്ലെ. ഈ ടി എന്ന് പറയുന്നത് എന്താണ്, ടി ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ സം ഫംഗ്ഷൻ ഓഫ് തീറ്റ. അതായത് തീറ്റേന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എക്സിന്റെ ഫംഗ്ഷൻ ആണ് അല്ലെ, 2x എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ തീറ്റയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആരാണ്, ടി ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ടി ബി ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ സം ഫംഗ്ഷൻ ഓഫ് തീറ്റ. തീറ്റ എന്ന് പറയുന്ന പാരാമീറ്റർ ആണ്, അതിന്റെ ഒരു ഫംഗ്ഷന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് ആര്, ടി എന്ന് പറയുന്നത്. ഓക്കെ, വീഡിയോ പോസ് ഇത്രയും വരെ എഴുതിണ്ടാവും. അപ്പോ അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് ടി, ക്രാമർ-റൌ ഇനീക്വാളിറ്റി എന്ന് പറയുന്ന വേരിയൻസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ഡെറിവേറ്റ് ചെയ്യുക, ടോ ഡാഷ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്ടേഷൻ ഓഫ് ഡോ ലോഗൽ ബൈ ഡോ തീറ്റ ഹോൾ സ്ക്വയർ. എന്തായത് ഈ ഒരു ചെയ്താൽ എന്തായിരിക്കും എപ്പോഴും കിട്ടുക, ഈ ടീന്റെ വേരിയൻസ് എപ്പോഴും ഇതിനേക്കാളും കൂടുതൽ, ഈ ഒരു ഇക്വേഷൻ ചെയ്ത് കിട്ടുന്ന ആൻസറിനേക്കാളും എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. എൽ എന്ന് പറഞ്ഞറിയാലോ, എൽ എന്ന് പറയുന്നത് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ പ്രൊഡക്റ്റ് ഐ ഈക്വൽ ടു 1 to എഫ് ഓഫ് എക്സ് ഐ കോമ തീറ്റ എന്ന് പറയുന്നതാണ് എന്ത്, എൽ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് എഴുതുക. ഇതാണ് എന്ത്, ക്രാമർ-റൌ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ക്രാമർ-റൌ കണ്ട് ഇങ്ങനത്തെ സിമ്പിൾസ് വരുമ്പോഴാണ് നമ്മൾ ഇനീക്വാളിറ്റി എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം നോക്കാം. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ്, നമ്മൾ ഇക്വേഷനിൽ കണ്ടില്ലേ താഴെ, എക്സ്പെക്ടേഷൻ ഓഫ് ഡോ ലോഗൽ ബൈ ഡോ തീറ്റ ഹോൾ സ്ക്വയർ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് ഡോ സ്ക്വയർ ലോഗൽ ബൈ ഡോ തീറ്റ സ്ക്വയർ എന്ന് എഴുതാം. അതായത് നമ്മളിപ്പോ താഴെ കണ്ടില്ലേ, ഡിനോമിനേറ്റർ കണ്ടില്ലേ, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുമ്പോൾ നമ്മൾ ഈ ഒരു ടേമിന് പകരം ആര് എഴുതും, ഈ ഒരു ടേമിന് എഴുതും, ഇവിടെയുള്ള ഈ മൈനസ് ഇവിടെ കൊടുക്കും. ഓക്കെ, യൂസിംഗ് ദ റിസൾട്ട് വി ക്യാൻ റൈറ്റ് ക്രാമർ-റൌ ഇനീക്വാളിറ്റി. നമുക്ക് വേണമെങ്കിൽ ഇനീക്വാളിറ്റിനെ എങ്ങനെ എഴുതാം, ഇങ്ങനെയും എഴുതാം കേട്ടോ. വീഡിയോ പോസ് ഇതുവരെ എഴുതൂ. ഓക്കെ, ഇനി നമുക്ക് കിട്ടുന്ന ഈ ഒരു ക്വാണ്ടിറ്റി ഇല്ലേ, അതായത് മൈനസ് ടോ ഡാഷ് ഓഫ് തീറ്റ സ്ക്വയർ ബൈ എക്സ്പെക്ടേഷൻ ഓഫ് ഡോ സ്ക്വയർ ലോഗൽ ബൈ ഡോ തീറ്റ സ്ക്വയർ, ഈ ഒരു ഇതിനെ പറയുന്ന പേരാണ് എന്ത്,
ക്രാമർ-റാവു ലോവർ ബൗണ്ട് എന്ന് പറയും. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ക്രാമർ-റാവു ലോവർ ബൗണ്ട് ഫോർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ. ഓക്കെ, ഇത്ര എഴുതി വയ്ക്കാം. എഴുതിണ്ടാവും. ഇനി ടോ ഓഫ് തീറ്റ എന്ന് പറയുന്നത് തീറ്റ എന്ന് വിചാരിക്കുക. അതായത് തീറ്റേന്റെ ഫംഗ്ഷൻ ആണ് ഈ ടോ ഓഫ് തീറ്റ. ഇതെന്താണ്? തീറ്റ തന്നെയാണ്, അതിന്റെ ഫംഗ്ഷൻ അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ടോ ഡാഷ് ഓഫ് തീറ്റ എന്താ പറയാ? തീറ്റനെ ഒരു പ്രാവശ്യം ഡെറിവേറ്റ് ചെയ്ത് എന്താ കിട്ടുക? 1. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്തായി വരും? ഇതേപോലെ ആയി വരും കേട്ടോ. PDF ഇതും കൂടെ എഴുതാം. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്റർ. മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്റർ. അപ്പോൾ ഇത് പറഞ്ഞാൽ ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വിത്ത് PDF f of x തീറ്റ. എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഉണ്ട്, അതിന്റെ PDF എന്ന് പറയുന്നത് f of x തീറ്റയാണ്. ടി ബി ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ സം ഫംഗ്ഷൻ ഓഫ് തീറ്റ. അതായത് ടി എന്ന് പറയുന്ന ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. ആര് എസ്റ്റിമേറ്റർ ആണ് അത്? ഈ തീറ്റയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷന്റെ ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് ആര്? ടി എന്ന് പറയുന്നത്. സേ ടോ ഓഫ് തീറ്റ, അതായത് തീറ്റയുടെ ഫംഗ്ഷനെ പറയുന്ന പേരാണ് ടോ ഓഫ് തീറ്റ എന്നുള്ളത്. ടി ഈസ് സെറ്റ് ടു ബി MVB. ടി എന്ന് പറയുന്നത് ഒരു MVB ആണെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കാം. ഇവിടെ പോസ് ഇതുവരെ എഴുതിട്ടോ. വേരിയൻസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ടോ ഡാഷ് ഓഫ് തീറ്റ സ്ക്വയർ ബൈ എക്സ്പെക്ടേഷൻ ഓഫ് ഡോ സ്ക്വയർ ലോഗൽ ബൈ ഡോ തീറ്റ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു. നോക്ക്, നമുക്ക് ഈ മൈനസ് ഒഴിവാക്കാം. ഞാൻ പറഞ്ഞു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ കേസ് ഇവിടെ നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് എന്ത് ചെയ്തു? ഇതിനൊന്ന് മാറ്റി എഴുതി. അപ്പോൾ ഇവിടെ പോസ് ഇതുവരെ എഴുതാം. ഓക്കെ, ഇനി ഒരു കണ്ടീഷൻ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. കണ്ടീഷൻ ഫോർ ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് ടു അറ്റൈൻ ക്രാമർ-റാവു ലോവർ ബൗണ്ട്. അതായത് ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എപ്പോഴാണ് ക്രാമർ-റാവു ലോവർ ബൗണ്ട് അച്ചീവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടി എന്തായിരിക്കണം? ഒരു മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്റർ ആയിരിക്കണം. ആർ ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റന്റെ ഫംഗ്ഷൻ ആണ്. വെൻ ഡോ ലോഗൽ ബൈ ഡോ തീറ്റ പ്രപ്പോർഷണൽ ടു ടി മൈനസ് ആർ ഓഫ് തീറ്റ. ടി മൈനസ് ആർ ഓഫ് തീറ്റയ്ക്ക് ഇത് പ്രപ്പോർഷണൽ ആയിരിക്കണം. അതായത് പ്രപ്പോർഷണൽ പറഞ്ഞാൽ അറിയാലോ, അതിന് ഒരേപോലെ അങ്ങനെ മാറി മാറി പോകണം. ഒരേ ഇൻക്രീസ് അല്ലെങ്കിൽ ഒരേപോലെ ഡിഗ്രീസ് ആയിരിക്കണം. ഓക്കെ, ഇനി ലെറ്റ് x1 x2 etc. xn be a random sample from a normal population with unknown mean mu but variance known sigma square. Find ക്രാമർ-റാവു ലോവർ ബൗണ്ട് ഫോർ mu എന്നാ പറയുന്നത്. ക്രാമർ-റാവു ലോവർ ബൗണ്ട് ഫോർ mu. വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതുക. ഓക്കെ, എഴുതിണ്ടാവും അല്ലേ? അപ്പൊ നോക്ക്, ക്രാമർ-റാവു ലോവർ ബൗണ്ട് ഫോർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ. ഇതാണ് ഇക്വേഷൻ അല്ലേ? ക്രാമർ-റാവു ലോവർ ബൗണ്ട് ഫോർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ ആണെങ്കിൽ എന്താണ്? ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഇത് എഴുതൂ. വീഡിയോ പോസ് നമ്മൾ തന്നിട്ടുള്ള ഇക്വേഷൻ എഴുതി വെച്ചു. ഓക്കെ, ഇനി ഹിയർ ക്രാമർ-റാവു ലോവർ ബൗണ്ട് ഫോർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ mu. നമുക്ക് ആരെ ക്രാമർ-റാവു ലോവർ ബൗണ്ട് ആണ് വേണ്ടത്? മ്യൂന്റെ ആണ് വേണ്ടത് അല്ലേ? അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതി. ഇവിടെ തീറ്റയ്ക്ക് പകരം ആരെയാണ് കൊടുക്കേണ്ടത്? അവിടെ ക്രാമർ-റാവു ലോവർ ബൗണ്ട് ഫോർ തീറ്റ ആയിരുന്നു, ഇവിടെ ക്രാമർ-റാവു ലോവർ ബൗണ്ട് ഫോർ mu ആണ്. അപ്പോൾ തീറ്റയ്ക്ക് പകരം ഇക്വേഷൻ എന്ത് എഴുതി? mu എഴുതി. ഇത്ര എഴുതുക. ഓക്കെ, ഇനി f of x, mu, അതായത് ഇക്വേഷൻ എഴുതി. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ എഴുതി. ഇനി അതിന്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കാണും. L of x1 x etc. xn, mu. ഇങ്ങനെയാണ് എഴുതുന്നത്. നമ്മൾ മുന്നേ കുറെ ക്വസ്റ്റ്യൻ ഇപ്പൊ പഠിച്ചു. അപ്പൊ വീഡിയോ പോസ് ഇതുവരെ എഴുതിണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? L of ഫംഗ്ഷൻ ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഇനി f of x, mu നമ്മൾ f of x1, mu അങ്ങനെ കൊടുത്തു, f of x2, mu അങ്ങനെ കൊടുത്തു, എക്സെട്ര f of xn, mu അങ്ങനെ കൊടുത്തു. ഇതൊക്കെ എങ്ങനെ എഴുതാന്നുള്ള കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് കുറെ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങളത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അത് എഴുതി. എന്ത് ചെയ്തു? ഇതിനൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതി. അത് 1/σ√2π എല്ലാത്തിനും ഒരുമിച്ച് റൈസ് ടു n ആക്കി എഴുതി. e raised to minus x1 minus mu by 2 sigma whole square എന്ത് ചെയ്തു? സമ്മേഷൻ ഇട്ടിട്ട് ഇതിനെ ഒരുമിച്ച് എഴുതി. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒരുമിച്ച് എഴുതിയത്? നമ്മൾ ഇത്രയും ഒരുമിച്ച്. വീഡിയോ പോസ് ഇതുവരെ എഴുതൂ. ഓക്കെ, ഇനി നമ്മളിതാണ് നമുക്ക് എന്ത് L കിട്ടിയിട്ടില്ല. ഇനി ഇതിന്റെ ലോഗല് കാണാൻ കേട്ടോ. അപ്പൊ ലോഗ് ഇതാണ് L എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതാണ് എന്ത് L എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ അതിന്റെ ലോഗല് കാണാണ്. ലോഗ് ഓഫ് ഇതിന് ലോഗ് കൊടുത്തു. അപ്പൊ ലോഗ് ഓഫ് a ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് a പ്ലസ് ലോഗ് ബി. ലോഗ് ഓഫ് a ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ലോഗ് a പ്ലസ് ലോഗ് ബി. അപ്പൊ ലോഗ് a പ്ലസ് ലോഗ് ബി എഴുതി. ഇനി ലോഗ് a റൈസ് ടു n എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് a റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ലോഗ് a. ഇവിടെ നോക്ക്, ലോഗ് a റൈസ് ടു എക്സ്. അപ്പൊ എക്സ് ലോഗ് a എന്നുള്ള ഫോമിലാക്കി എഴുതി. ഇനി ഇവിടെ എന്താ നോക്ക്, ലോഗ് ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് എക്സ്. ലോഗ് ഇ റൈസ് ടു മൈനസ് എക്സ് മൈനസ് എക്സ്. അതായത് ഈ ലോഗും ഈയും വെട്ടിപ്പോവും. ഇവിടെ നോക്ക്, ലോഗും ഈയും വെട്ടിപ്പോയി ബാക്കി ആരാ? മൈനസ് ഈ ഒരു ടേം ആണുള്ളത്.
ഇത്രയും എഴുതാം കേട്ടോ. ഇതും എഴുതി വെച്ച സൈഡിൽ. ഓക്കെ, അത്ര എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഡോ ലോഗൽ ബൈ ഡോമ്യൂ കാണാണല്ലോ. ഡോ ലോഗൽ ബൈ ഡോമ്യൂ. എന്താ ഡോ ലോഗൽ ബൈ ഡോമ്യൂ എന്ന് പറഞ്ഞാല് അതിനെ മ്യൂ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഈ നോക്ക്, ഈ ഒരു ടേമിൽ മ്യൂ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുക? 0 കൊടുത്തു. ഇനി ഇവിടെയോ? ഇവിടെ ഒരു മ്യൂ ഉണ്ട് അല്ലേ? ഇവിടെ ഒരു മ്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 2 ഇൻറ്റു, അതായത് ഈ 1 ബൈ മൈനസ് 1/2 സിഗ്മ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, അത് അതേപോലെ എഴുതി. ബാക്കി നോക്ക്, 2 ഇൻറ്റു സമ്മേഷൻ xi മൈനസ് മ്യൂ എന്ന് എഴുതാം അല്ലേ? എന്നിട്ട് ഇൻറ്റു -1 കൊടുക്കുക. ഇതൊക്കെ ഡിഫറൻസിയേഷൻ ആണ്. ഇതൊന്നും അറിയില്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് വന്ന് കാണാം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. പേഴ്സണലായിട്ട് കാണാന്നല്ല, എന്നെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കുക, ബുക്ക് കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഇൻറ്റു -1. ഇനി 1 ബൈ സിഗ്മ സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ i ഈക്വൽ ടു 1 to xi മൈനസ് മ്യൂ. നമ്മൾ എന്ത് ചെയ്തു? ഈ 2നെയും ഈ 2നെയും ക്യാൻസൽ ചെയ്തു. ഈ -1ഉം ഈ -1ഉം പ്ലസ് ആയി. ബാക്കി ആരാളത്? സമ്മേഷൻ i ഈക്വൽ ടു 1 to xi മൈനസ് മ്യൂ കിട്ടി. അപ്പൊ ഡോ ലോഗൽ ബൈ ഡോമ്യൂ കിട്ടി. അപ്പൊ വീഡിയോ പോസ് ഇത്ര എഴുതും. നമുക്ക് ആരെയാ കണ്ടത്? ഇക്വേഷൻ നോക്ക്. ഡോ ലോഗൽ ബൈ ഡോമ്യൂ ഹോൾ സ്ക്വയർ കാണണം അല്ലേ? അതിനെ സ്ക്വയർ കാണാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇത് കണ്ടു, ഇതിനെ അങ്ങോട്ട് സ്ക്വയർ ചെയ്താൽ മതി. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 ബൈ സിഗ്മ സ്ക്വയറിന്റെ സമ്മേഷൻ i ഈക്വൽ ടു 1 to xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 1 ബൈ സിഗ്മ റേസ് ടു 4, ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ അതിന്റെ സ്ക്വയറും കിട്ടും. അപ്പൊ വീഡിയോ പോസ് ഇതുവരെ എഴുതൂ. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇനി അതിന്റെ എക്സ്പെക്ടേഷൻ കാണുകയാണ് നമ്മൾ. എക്സ്പെക്ടേഷൻ കണ്ട എക്സ്പെക്ടേഷൻ ഓഫ് ആ ഒരു ടേം എഴുതി. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് ax എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പുറത്തേക്ക് എടുക്കാല്ലേ? അപ്പൊ 1 ബൈ സിഗ്മ റേസ് ടു 4 എഴുതി. ഇനി നോക്ക്, ഈ സമ്മേഷൻ എന്തായിട്ട് വരും? സമ്മേഷൻ i ഈക്വൽ ടു 1 to n ആയിട്ട് എടുക്കും. അതായത് n ടൈംസ് സം ചെയ്യാന്നുള്ളതല്ലേ? അപ്പൊ n ടൈംസ് എന്ന് എടുത്തു. പിന്നെ എക്സ്പെക്ടേഷൻ ഈ ഒരു ടേമിന് കൊടുത്തു. ഓക്കെ, ഇനി 1 ബൈ സിഗ്മ റേസ് ടു 4 എന്നിന്റെ എക്സ്പെക്ടേഷൻ xi മൈനസ് മ്യൂ സ്ക്വയർ. n ബൈ നോക്ക്, വേരിയന്റ് എക്സ്പെക്ടേഷൻ ഓഫ് xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? വേരിയൻസ് ഓഫ് xi ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ പറഞ്ഞാൽ വേരിയൻസ് ഓഫ് xi ആണ്. അപ്പൊ വീഡിയോ പോസ് ഇതുവരെ എഴുതും. ഓക്കെ, ഇനി n ബൈ സിഗ്മ റേസ് ടു 4 ഇൻറ്റു സിഗ്മ സ്ക്വയർ. വേരിയൻസ് ഓഫ് xi എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ സ്ക്വയർ ആണ്. കാരണം ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ സിഗ്മ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് n ബൈ സിഗ്മ സ്ക്വയർ കിട്ടി. ഓക്കെ, ഇനി ടോ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രം വിത്ത് അൺനോൺ മീൻ മ്യൂ ഫൈൻഡ് ക്രാമറാവ് ലോവർ ബൗണ്ട് ഫോർ മ്യൂ എന്നാ പറയുന്നത് അല്ലേ? അപ്പൊ ടോ മ്യൂ എന്ന് നമുക്ക് മ്യൂവിന്റെ ഫംഗ്ഷൻസ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ മ്യൂ തന്നെ എടുത്തു. തീറ്റേന്റെ ഫംഗ്ഷൻസ് ഒന്നും തന്നിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടെ മ്യൂ ആണ് കാണാന്. തീറ്റയ്ക്ക് പകരം ഇവിടെ ഏതാണ്? മ്യൂ ആണ്. അപ്പൊ ടോ മ്യൂ എന്ന് പറഞ്ഞാൽ മ്യൂ തന്നെയാണ്. അതിന്റെ ടോ ഡാഷ് ഓഫ് മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 കിട്ടും. വീഡിയോ പോസ് ഇതുവരെ എഴുതൂ. ഓക്കെ, ഇനി ക്രാമറാവ് ലോവർ ബൗണ്ട് ഞാൻ ഇക്വേഷൻ എഴുതി. ഇവിടെ എന്ത് ചെയ്തു? ടോ ഡാഷ് ഓഫ് മ്യൂ ഹോൾ സ്ക്വയർ, അതായത് 1 സ്ക്വയർ. ഇത് കിട്ടിയാൽ നമുക്ക് എന്താ? n ബൈ സിഗ്മ സ്ക്വയർ. നമ്മൾ എന്ത് കിട്ടും? ഇത് ചെയ്യുമ്പോൾ സിഗ്മ സ്ക്വയർ ബൈ n കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓൾസോ ടി ഈസ് MVB എസ്റ്റിമേറ്റഡ് ഫോർ മ്യൂ എന്ന് കിട്ടി. ഓക്കെ, വീഡിയോ പോസ് ചെയ്ത് എഴുതാം.